പലർക്കും പലതരത്തിലുള്ള ഹോബികളുണ്ടല്ലേ. അത് കൗതുകരമായ കാഴ്ചകളുണ്ട്, ചില ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്കാണ് ഒരുപാട് പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തോടുള്ള ഇഷ്ടം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിളക്കുകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു വൈദികനെക്കുറിച്ചാണ് ഇനി പറയാൻ വരുന്നത്. ചാലക്കുടിയിലുള്ള ഫാദർ പ്രൈസ്. അദ്ദേഹം എവിടെ നിന്നൊക്കെയാണ് വിളക്കുകൾ ശേഖരിച്ചതെന്നൊന്ന് കാണാം. ഇരുട്ട് പരക്കുന്ന ലോകത്ത് വെളിച്ചമായി തീരേണ്ടവരാണ് നമ്മളെന്ന സന്ദേശം ഓർമ്മിപ്പിക്കുന്നവരാണ് വൈദികർ. ഏത് രാജ്യത്തെത്തിയാലും വ്യത്യസ്തങ്ങളായ വിളക്കുകൾ തിരഞ്ഞു കണ്ടുപിടിച്ച് കൂടെ ഇങ്ങ് കൊണ്ടുപോരുന്ന തെളിച്ചമുള്ള ഒരു വിനോദം. ഫാദർ പ്രൈസിന്റെ പക്കൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി അപൂർവ വിളക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അൻപതിലേറെ അപൂർവ വിളക്കുകളുള്ള ശേഖരമാണ് ചാലക്കുടി സെന്റ് ജോൺസ് CSI ദേവാലയത്തിന്റെ വികാരി പ്രൈസ് തൈപ്പറമ്പലിന്റെ കൈവശമുള്ളത്. ഞാൻ ഈ വിളക്കിന്റെ കളക്ഷൻ തുടങ്ങിയത് 1997 പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ. അപ്പോൾ അവിടെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ചെറിയ വിളക്ക് തന്നു. പക്ഷെ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഷോക്കേസിൽ വെക്കുകയായിരുന്നു. പിന്നീട് ഞാൻ പല രാജ്യങ്ങളിലൊക്കെ പോകാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മ്യാൻമാറിലും മലേഷ്യയിലും അതുപോലെ കംബോഡിയയിലും ഒക്കെ ചെന്നപ്പോൾ അവിടെയൊക്കെ എനിക്ക് വിളക്കുകളൊക്കെ ചിലർ തരികയുണ്ടായി, മേടിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയാണ്. 1997 അടിമാലിയിൽ ജോലി ചെയ്യുമ്പോൾ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ബ്ലൂ ക്രോസ് സംഘടനയുടെ ഭാഗമായി പോർച്ചുഗലിൽ എത്തിയപ്പോഴാണ് ആദ്യമായി പ്രൈസ് അച്ഛന് ഒരു വിളക്ക് സമ്മാനമായി ലഭിക്കുന്നത്. പിന്നീട് ഒരു കൗൺസിലിംഗ് പഠിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഹ്യൂ ബിക്കേഴ്സ് പെൻസിൽ കട്ടറായി ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ വിളക്ക് സമ്മാനിച്ചു. ഞാൻ ആദ്യമായിട്ട് കളക്ട് ചെയ്തൊരു വിളക്ക് ഇതാണ്. ഒരു ഹ്യൂഗോ വിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് രണ്ടാമതായിട്ട് തന്ന വിളക്കാണ്. ഈ വിളക്ക് കിട്ടിയപ്പോഴാണ് എനിക്കതൊരു കൗതുകമായിട്ട് തോന്നുകയും ഇതായിട്ട് തീരുവാൻ ഒക്കെ തീർന്നു. പിന്നീട് സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം അപൂർവവും കൗതുകകരവുമായ വിളക്കുകൾ ശേഖരിച്ചു തുടങ്ങി. ജെറുസലേമിൽ നിന്നും ലഭിച്ച കല്ലു പതിപ്പിച്ച വിളക്കാണ് ഇതിൽ പ്രധാനി. ഓട്ടുവിളക്ക്, പാട്ടവിളക്ക്, ചില്ലു പതിപ്പിച്ച വിളക്ക്, വൈദ്യുതി വിളക്ക്, ബാറ്ററി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന വിളക്ക് തുടങ്ങിയ അപൂർവമായ ശേഖരമാണ് പ്രൈസ് അച്ഛൻ്റെ കയ്യിലുള്ളത്. ചെറിയ വിളക്കുകളാണ് ഞാൻ പലപ്പോഴും ശേഖരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ശേഖരണങ്ങളിൽ അത് ഒരു കൂട്ടി വെക്കാൻ എനിക്ക് കഴിയുന്നത്. വലിയ വിളക്കാണെങ്കിൽ നമുക്ക് ഒരു മുറി പോലും കൊള്ളത്തില്ല. ഇതിപ്പോൾ ഒരു 50 വിളക്കിൻ്റെ മുകളിൽ തന്നെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെറിയ വിളക്കായതിൻ്റെ പേരിൽ എനിക്കത് ശേഖരിപ്പാനും അത് കൂട്ടി വെക്കാനും. CSI കൊച്ചിൻ മഹാ ഇടവക മുൻ വൈദിക സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ജിജി ജോർജ് പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിലെ മുൻ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അച്ഛൻ്റെ ഹോബിക്ക് വെളിച്ചമായി ഭാര്യയും കൂടെയുണ്ട്. ഈ വിളക്ക് കളക്ഷൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതിലൂടെയുള്ള ഒരു പ്രധാന സന്ദേശം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇരുട്ട് കനക്കുന്ന ഈ ലോകത്തിൽ ഒരു മെഴുകുതിരി നാളം പോലെ വിളക്കായി ശോഭിക്കേണ്ട ഓരോരുത്തരുമാണ് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നമ്മളൊക്കെ. ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാം ഉണ്ടാകട്ടെ. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ഒരു വിളക്കെന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തിൻ്റെ, നന്മയുടെ ഒക്കെ ഒരു അടയാളമായി കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു രാത്രിയിൽ ഈ കാഴ്ച കണ്ടിരുന്ന കൂടുതൽ ഭംഗിയുണ്ടാവുമായിരുന്നു. അപ്പോൾ ലിഷോയ് പറയും. ലിഷോയ് അദ്ദേഹത്തിൻ്റെ കൗതുകത്തിന് തുടങ്ങി. അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ ഒരു പെൻസിൽ കട്ടറായിട്ട് ഉപയോഗിക്കാവുന്ന വിളക്ക്, അതിൽ നിന്ന് തുടങ്ങിയ ഒരു ശേഖരമാണ്. ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്? ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകൾ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവയും അതുപോലെ തന്നെ മാർഗദർശനം നൽകുന്നവയും ഒക്കെ ആയാണ് ഫാദർ പ്രൈസ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള വിളക്കുകളൊക്കെ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലതും ഓരോ വിളക്കുകൾക്കും ഓരോ കഥകൾ പറയാനുമുണ്ട്. പല ഇടങ്ങളിൽ നിന്നായി ശേഖരിച്ചവയാണ്. പലർക്കും പലതരത്തിലുള്ള ഹോബിയാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഹോബി മാത്രമായല്ല ഇത്തരത്തിൽ ഈ ഫാദർ പ്രൈസ് ഈ വിളക്കുകൾ ശേഖരിക്കുന്നതിലൂടെ
ഉദ്ദേശിക്കുന്നത്. അത് മറ്റുള്ളവർക്കായി ഒരു വെളിച്ചം പകരുന്ന ഒരു വസ്തു കൂടിയാണ്. അതുപോലെ തന്നെ അത് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യമായി തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് തരത്തിലുള്ള വിളക്കുകൾ ശേഖരിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇതിപ്പോൾ പലർക്കുമായി കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന്റെ സവിശേഷതകളൊക്കെ വിവരിക്കുക, അതൊക്കെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും അല്ലേ പ്രകാശം ഇനിയും പരക്കട്ടെ, കൂടുതൽ കൗതുകരമായ വിളക്കുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലേക്ക് വന്ന് ചേരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ലിഷോയ്.